ബിൻ ലാദനെ വധിക്കുമെന്ന് അമേരിക്ക പരസ്യമായി പ്രഖ്യാപിച്ചു. എന്നാൽ ആ ഒരു പ്രഖ്യാപനം വാസ്തവത്തിൽ ബിൻ ലാദനെ കൂടുതൽ അജ്ഞാതനാക്കി. ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്ന പ്രൊജക്ട് ഇതിനായി അവർ രൂപീകരിച്ചു. FBI, CIA തുടങ്ങി നിരവധി ഏജൻസികൾ ബിൻ ലാദന് വേണ്ടിയുള്ള അന്വേഷണം ശക്തമായി തുടർന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഒരു തുമ്പ് പോലും അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അവരെ കുഴയ്ക്കുന്ന ഒരു സംഭവം ആ സമയത്ത് നടന്നിരുന്നു. അൽ-ഖ്വയ്ദ സംഘം ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ആക്രമണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. സംഘത്തിന്റെ തലവനായ ബിൻ ലാദന്റെ അറിവോടുകൂടിയേ ഇവ നടക്കുമെന്ന് ഉദ്യോഗസ്ഥർക്കറിയാമായിരുന്നു. അതായത് ബിൻ ലാദൻ ഇപ്പോഴും അൽ-ഖ്വയ്ദ സംഘവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. പക്ഷേ എങ്ങനെ? മൊബൈൽ ഫോണും ഇന്റർനെറ്റും ബിൻ ലാദൻ ഉപയോഗിക്കില്ല എന്ന വിവരം അന്വേഷണ ഏജൻസികൾക്ക് നല്ലതുപോലെ അറിയാം. കാരണം 1998 ഓഗസ്റ്റിൽ ബിൻ ലാദന്റെ ഫോൺ ട്രാക്ക് ചെയ്തുകൊണ്ട് US സേന അഫ്ഗാനിലെ താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അതിനുശേഷം ബിൻ ലാദൻ ഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അവരുടെ നിഗമനം. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും അയാളിത് ചെയ്യുന്നത്? ആ ഒരു ചോദ്യം ഉദ്യോഗസ്ഥരെ ശരിക്കും കുഴക്കി. ആശയവിനിമയത്തിനായി ഏതോ ഒരു സംവിധാനം അയാൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ CIA ആ സംവിധാനത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. അങ്ങനെയാണ് അവർ ആ നിഗമനത്തിലെത്തുന്നത്. ആശയവിനിമയത്തിനായി അയാൾ ഉപയോഗിക്കുന്നത് പ്രാകൃത രീതിയാണ്. അതായത് ഒരു സന്ദേശവാഹകനെയാണ് ഇതിനായി അയാൾ ഉപയോഗിക്കുന്നത്. ബിൻ ലാദന്റെ സന്ദേശം അൽ-ഖ്വയ്ദയിലേക്ക് എത്തിക്കുന്നതും തിരിച്ചുള്ള സന്ദേശം ബിൻ ലാദനിലേക്ക് എത്തിക്കുന്നതും ഈ ഒരാൾ മുഖേനയാണ്. ഉടൻ തന്നെ ആ ഒരു സന്ദേശവാഹകനെ കണ്ടുപിടിക്കുവാനുള്ള തീരുമാനം CIA എടുത്തു. തടവിലായ നിരവധി അൽ-ഖ്വയ്ദ സംഘങ്ങളെ അവർ ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. എന്നാൽ അവിടെയും അവർക്ക് പ്രത്യേകിച്ച് തുമ്പൊന്നും ലഭിച്ചില്ല. പക്ഷേ ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. പിന്നീട് ശക്തമായ രീതിയിൽ ചോദ്യം ചെയ്യൽ അവർ ആരംഭിച്ചു. ദിവസങ്ങളോളം അത് നീണ്ടുനിന്നു. അങ്ങനെ 41 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അവർക്കൊരു തെളിവ് ലഭിച്ചു. ഒരു പേര് മാത്രമാണ് അവർക്ക് ലഭിച്ചത്. അബു അഹമ്മദ് അൽ കുവൈറ്റി എന്നതാണ് പേര്. എവിടെയെല്ലാം അൽ-ഖ്വയ്ദ സംഘം ഭീകരപ്രവർത്തനങ്ങൾ നടത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഈ വ്യക്തി മാസങ്ങൾക്ക് മുൻപെത്തിയിട്ടുണ്ട്. അങ്ങനെ CIA അത് ഉറപ്പിച്ചു. സന്ദേശവാഹകൻ അബു അഹമ്മദ് അൽ കുവൈറ്റി തന്നെ. അന്വേഷണത്തിൽ ആദ്യമായി ഒരു പുരോഗമനമുണ്ടായത് അപ്പോഴാണ്. എന്നാൽ ആ ഒരു പേര് മാത്രം ഉപയോഗിച്ച് എങ്ങനെ അയാളെ കണ്ടുപിടിക്കുമെന്ന വലിയ ചോദ്യം അവരുടെ മുൻപിൽ ഉയർന്നു പൊങ്ങിയിരുന്നു. എത്ര ആലോചിച്ചിട്ടും ഒരേ ഒരു വഴി മാത്രമാണ് അവരുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നത്. ബിൻ ലാദൻ ഉണ്ടാകുവാൻ സാധ്യതയുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള അന്താരാഷ്ട്ര കോളുകൾ ടാപ്പ് ചെയ്യുക. ആ ഒരു വഴി എന്നത് കടൽ നീന്തി കടക്കുന്നതിന് തുല്യമാണെന്ന് അവർക്ക് തോന്നി. ആയിരക്കണക്കിന് കോളുകളാണ് ദിനം പ്രതി ഇവിടങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്നും അൽ കുവൈറ്റി എന്ന പേര് അവർക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുപോലും ഉറപ്പില്ല. പക്ഷേ CIAക്ക് മുൻപിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കിട്ടിയ തെളിവുമായി തന്നെ മുൻപോട്ട് പോകാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ആ ജോലി ആരംഭിച്ചു. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. ഒരു തെളിവ് പോലും ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പെട്ടെന്നാണ് ഒരു ഉദ്യോഗസ്ഥന്റെ ശബ്ദം ആ ഓഫീസിൽ ഉയരുന്നത്. എല്ലാവരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു ആ ഓഫീസറുടെ വാക്കുകൾ. ഉടൻ തന്നെ ഓഫീസിലെ മറ്റുദ്യോഗസ്ഥർ അദ്ദേഹത്തിനരികിലെത്തി. അവരെല്ലാവരും കൂടി ആ ഫോൺ സംഭാഷണം കേൾക്കുവാൻ തുടങ്ങി. നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ മുൻപുള്ളവരുടെ ഒപ്പം തന്നെയാണ്. അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 4 വർഷം. അങ്ങനെ 4 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ അവർ അവരുടെ ലക്ഷ്യത്തിലെത്തി. അത് അൽ കുവൈറ്റിയുടെ ഫോൺ സംഭാഷണമാണെന്ന് അവർക്കപ്പോൾ തന്നെ മനസ്സിലായി. ഉടൻ തന്നെ ആ നമ്പർ ഉപയോഗിച്ച് ലൊക്കേഷൻ അവർ ട്രാക്ക് ചെയ്തു. പാകിസ്ഥാനിലെ അബോട്ടാബാദ് എന്ന സ്ഥലത്താണ് അയാളുടെ താമസം. പാകിസ്ഥാൻ ആർമി ക്യാമ്പിൽ നിന്നും 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് വീട്ടിലേക്കുള്ളത്. അങ്ങനെ അയാളുടെ നീക്കങ്ങൾ CIA നിരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. കണ്ടാൽ പാകിസ്ഥാനികൾ എന്ന് തോന്നിക്കുന്ന ചില CIA ഉദ്യോഗസ്ഥർ അബോട്ടാബാദിൽ ഒരു വീട് വാടകയ്ക്കെടുത്തു. പ്രധാനമായും അവരുടെ ലക്ഷ്യം അൽ കുവൈറ്റിയുടെ വീട്ടിലെ അംഗങ്ങളെക്കുറിച്ച് അറിയുകയാണ്. തന്റെ ഇളയ ഭാര്യയോടും കുടുംബത്തോടുമൊപ്പമാണ് അയാൾ താമസിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അതിൽ കൂടുതൽ വിവരങ്ങൾ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം അൽ കുവൈറ്റി ഒഴിച്ച് ആ വീട്ടിലെ ആരും തന്നെ ഒരിക്കൽ പോലും പുറത്തിറങ്ങിയിരുന്നില്ല.
ഭക്ഷണത്തിനായി അവരുടെ വളപ്പിൽ വളർത്തുന്ന പച്ചക്കറികളെയും ആടുകളെയുമാണ് അവർ ആശ്രയിക്കുന്നത്. കുട്ടികൾ സ്കൂളുകളിലേക്ക് പോലും പോകുന്നില്ല. എന്തോ ഒരു രഹസ്യം അവരവിടെ സൂക്ഷിക്കുന്നുണ്ടെന്ന് CIA ഏജന്റുമാർ മനസ്സിലാക്കി. അങ്ങനെയാണ് അവർ ആ ഒരു കാര്യം ചെയ്യുന്നത്. ഒരു വ്യാജ പോളിയോ വാക്സിനേഷൻ പരിപാടി അവർ ആരംഭിക്കുന്നു. അതിനായി പരിസരത്തുള്ള വീടുകളിലെ അംഗങ്ങളുടെ ഡീറ്റെയിൽസ് അവർ എടുക്കുവാൻ തുടങ്ങി. സ്വാഭാവികമായും അൽ കുവൈറ്റിയുടെ വീട്ടിലും അവരെത്തി. എന്നാൽ അൽ കുവൈറ്റിയുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ വിവരങ്ങൾ മാത്രമാണ് അവർക്കവിടെ നിന്നും ലഭിച്ചത്. അതിൽ കൂടുതലൊന്നും അവർക്കവിടെ നിന്നും ലഭിച്ചില്ല. അങ്ങനെ എത്ര ശ്രമിച്ചിട്ടും അന്വേഷണം പുരോഗമിക്കുന്നില്ല എന്ന അവസ്ഥയിലേക്ക് അവരെത്തി. എന്നാൽ ആ അവസ്ഥ അധിക നാൾ തുടർന്നില്ല. US എയർഫോഴ്സ് CIAക്ക് സഹായവുമായി രംഗത്തെത്തുന്നത് അപ്പോഴാണ്. RQ-170 അത്യാധുനിക ടെക്നോളജിയാൽ വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ആവശ്യമില്ലാത്ത ഒരു കുഞ്ഞൻ വിമാനമാണിത്. ഭൗമനിരപ്പിൽ നിന്നും 50,000 അടി മുകളിൽ നിന്നും ഇവന് പറക്കുവാൻ സാധിക്കും. ഇവനിൽ ഘടിപ്പിച്ചിരിക്കുന്ന പവർഫുൾ ക്യാമറകളാൽ 50,000 അടി താഴെയുള്ള വസ്തുക്കളെ കൃത്യമായി നിരീക്ഷിക്കുവാനും സാധിക്കും. ആരെയാണ് പിടിക്കാൻ പോകുന്നത്, എന്താണ് മിഷൻ എന്നൊന്നും US എയർഫോഴ്സ് ഓഫീസർമാർക്കറിയില്ല. അവർക്കാകെ അറിയാവുന്നത് ഒരു വീട് നിരീക്ഷിക്കുവാനുള്ള സംവിധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. പക്ഷെ നമ്മൾ അയക്കുന്നത് മറ്റൊരു രാജ്യത്തേക്കാണെങ്കിലോ, അതും അവർ അറിയാതെ? ഒരു CIA ഓഫീസർ ചോദിച്ചു. അതിന്റെ മറുപടിയായി എയർഫോഴ്സ് ഓഫീസറുടെ മുഖത്ത് ഒരു പുഞ്ചിരിയാണ് ആദ്യം ഉയർന്നത്. സാധാരണഗതിയിൽ ഒരു വിമാനം പറക്കുന്നത് 35,000 അടി മുകളിലാണ്. അതുകൊണ്ട് തന്നെ രാജ്യങ്ങളിലെ റഡാറുകൾ പ്രവർത്തിക്കുന്നതും ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു രാജ്യത്തിന്റെ റഡാറിലും ഇവൻ ഒരിക്കൽ പോലും പതിയില്ല എന്നതാണ് ഞങ്ങളുടെ ഉറപ്പ്. അങ്ങനെ RQ-170 എന്ന കുഞ്ഞൻ ഡ്രോൺ അൽ കുവൈറ്റിയുടെ വീട്ടിൽ നിന്നും 50,000 അടി മുകളിൽ നിന്നുകൊണ്ട് നിരീക്ഷണം ആരംഭിച്ചു. മാസങ്ങളോളം അവർ ആ ഒരു രീതിയിൽ നിരീക്ഷണം തുടർന്നു. അങ്ങനെയാണ് അവർക്കത് മനസ്സിലാകുന്നത്. അൽ കുവൈറ്റിയുടെ കുടുംബത്തിന് പുറമെ മറ്റൊരു കുടുംബം കൂടി രഹസ്യമായി ആ വീടിന്റെ 3ാമത്തെ നിലയിൽ താമസിക്കുന്നുണ്ട്. ബിൻലാദന്റെ കുടുംബമാകാനാണത് സാധ്യത എന്ന് അവർക്ക് തോന്നി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് അവരുടെ കണ്ണുകളിൽ ആ ഒരു കാഴ്ചപ്പെടുന്നത്. എന്നും രാവിലെ ആ വീടിന്റെ പുറത്തെ വളപ്പിൽ ഒരാൾ നടക്കുന്നുണ്ട്. നടത്തത്തിന്റെ രീതി കണ്ടിട്ട് അത് അൽ കുവൈറ്റി അല്ല എന്നവർക്ക് മനസ്സിലായി. ശേഷം അൽ ഖ്വയ്ദ പുറത്തുവിട്ട ബിൻലാദന്റെ വീഡിയോകൾ അവർ പരിശോധിക്കുവാൻ തുടങ്ങി. പക്ഷേ ആ നടത്തത്തിൽ നിന്നും ഇതിന് വ്യത്യാസമുണ്ട്. മാത്രവുമല്ല, ബിൻലാദനേക്കാൾ തടിച്ചിട്ടുള്ള ഒരാളാണിതെന്ന് അവർക്ക് മനസ്സിലായി. ആ കണ്ടുപിടുത്തം ഉദ്യോഗസ്ഥരിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. എന്താണിപ്പോൾ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥയിലേക്ക് അവർ വഴുതി വീണു. അത് ബിൻലാദനാണെന്ന് ഉറപ്പിക്കാതെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. എന്നാൽ പെട്ടെന്നാണ് ഒരു CIA ഉദ്യോഗസ്ഥൻ ഒരു സംശയമുയർത്തിയത്. സ്വസ്ഥ ജീവിതം നയിക്കുന്നതിന്റെ ഭാഗമായി അയാൾ സ്വയം തടിവെച്ചതാണെങ്കിലോ? തടിവെച്ചപ്പോൾ സ്വാഭാവികമായും അയാളുടെ നടത്തത്തിൽ വ്യത്യാസം വന്നതാണെങ്കിലോ? മാത്രമല്ല, അയാൾ എത്ര തടിവെച്ചാലും വേഷം മാറിയാലും അയാൾക്ക് മാറ്റുവാൻ പറ്റാത്ത ഒരു കാര്യം അയാളിലുണ്ട്: അയാളുടെ അസാമാന്യ ഉയരം. അങ്ങനെ സൂര്യന്റെ സ്ഥാനവും നിഴലിന്റെ വലിപ്പവും കണക്കിലെടുത്ത് അവർ ആ മനുഷ്യന്റെ ഉയരം അളന്നു. 6 അടി 5 ഇഞ്ച്. ഒസാമ ബിൻലാദന്റെ അതേ ഉയരം. അങ്ങനെ CIA അത് ഉറപ്പിച്ചു. അൽ കുവൈറ്റിയുടെ വീട്ടിൽ ഉയരം കൂടിയ മനുഷ്യൻ ഒസാമ ബിൻലാദൻ തന്നെ. കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം CIA അന്നത്തെ പ്രസിഡന്റായ ബറാക് ഒബാമയെ അറിയിച്ചു. മാത്രവുമല്ല, അറ്റാക്ക് ചെയ്യുവാനുള്ള രീതികളും അവർ പ്രസിഡന്റിന് മുൻപിൽ അവതരിപ്പിച്ചു. 3 രീതികളിലാണ് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയുക. ആദ്യത്തെ രീതി: പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സമിതിയുമായി സഹകരിച്ച് ആ കെട്ടിടം കീഴടക്കുക. ശേഷം പ്രതികളെ ജീവനോടെയോ അല്ലാതെയോ അമേരിക്കയിലേക്ക് കൊണ്ടുവരിക. രണ്ടാമത്തെ രീതി: സമുദ്രത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന അമേരിക്കൻ പടക്കപ്പലുകൾ ഉപയോഗിച്ച് മിസൈൽ വർഷം നടത്തുക. മൂന്നാമത്തെ രീതി: പാകിസ്ഥാന്റെ സമ്മതമോ അറിവോ കൂടാതെ US സൈന്യം കെട്ടിടത്തെ കീഴടക്കുക. ശേഷം കെട്ടിടത്തിനകത്ത് നിന്നും പ്രതികളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക. ഈ 3 രീതികളിലും നിരവധി റിസ്ക് എലമെന്റുകളുണ്ട്.
ആദ്യത്തെ രീതിയിലെ റിസ്ക് എലമെന്റ് എന്നത് പാകിസ്ഥാൻ സൈന്യം തന്നെയാണ്. പാകിസ്ഥാൻ സൈന്യം അറിഞ്ഞുകൊണ്ടാണ് ബിൻ ലാദൻ അവിടെ താമസിക്കുന്നതെങ്കിൽ ആ ഒരു പ്ലാൻ അക്ഷരാർത്ഥത്തിൽ പരാജയമാകും. രണ്ടാമത്തെ രീതിയിലെ റിസ്ക് എന്നത് കെട്ടിടത്തെ പറ്റിയുള്ള നമ്മുടെ വ്യക്തത ഇല്ലായ്മയാണ്. അതായത് കെട്ടിടത്തിന്റെ താഴേക്ക് നിലകളുണ്ടെങ്കിൽ അവയിലാണ് ബിൻ ലാദൻ താമസിക്കുന്നതെങ്കിൽ അയാൾ രക്ഷപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രവുമല്ല, മിസൈൽ വർഷമായതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള ആളുകളുടെ ജീവനും അത് ഭീഷണിയാകുവാൻ ഇടയുണ്ട്. മൂന്നാമത്തെ രീതിയിലാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത്. 2 കിലോമീറ്റർ അപ്പുറമുള്ള പാകിസ്ഥാൻ സൈന്യം അറിയാതെ വേണം ഹെലികോപ്റ്റർ അവിടെ എത്തുവാൻ. എത്തിയതിനു ശേഷം നിശ്ചിത സമയത്തിനുള്ളിൽ ഓപ്പറേഷൻ തീർത്ത് തിരിച്ചു മടങ്ങണം. എന്തെങ്കിലും കാരണവശാൽ പാകിസ്ഥാൻ സൈന്യം ഓപ്പറേഷന്റെ ഇടയ്ക്ക് വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ദുരന്തമായിരിക്കും പിന്നീട് നടക്കുക. ഓപ്പറേഷനിൽ ഏർപ്പെടുന്ന കമാൻഡോകൾക്ക് എന്തും സംഭവിക്കാം. പൂർണ്ണ ഉത്തരവാദിത്വം പ്രസിഡന്റിനായിരിക്കും. വലിയ ഒരു കരിങ്കല്ല് തന്റെ തലയിൽ എടുത്തുവെച്ച പ്രതീതിയാണ് പ്രസിഡന്റായ ബറാക് ഒബാമയ്ക്ക് ആ സമയത്ത് തോന്നിയത്. ആശയക്കുഴപ്പത്തിലുപരി ഭയം എന്ന വികാരവും അദ്ദേഹത്തെ അലട്ടുവാൻ ആരംഭിച്ചു. മിഷൻ പരാജയപ്പെടുകയാണെങ്കിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ തന്നെ താഴേക്ക് കൂപ്പുകുത്തി വീഴുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒരു രഹസ്യ ഔദ്യോഗിക മീറ്റിംഗ് വൈറ്റ് ഹൗസിൽ നടന്നു. ഒബാമയും CIA ഉന്നത ഉദ്യോഗസ്ഥരും മറ്റും അടങ്ങുന്നതായിരുന്നു ആ മീറ്റിംഗ്. എന്നാൽ ഇവർ കൂടാതെ ടീം റെഡ് എന്ന ഒരു ടീം കൂടി മീറ്റിംഗിലുണ്ടായിരുന്നു. CIA കണ്ടെത്തലുകളുടെ കൃത്യത പരിശോധിക്കുവാൻ വേണ്ടിയായിരുന്നു ഒബാമ ടീം റെഡിനെ മീറ്റിംഗിൽ ക്ഷണിച്ചത്. കണ്ടെത്തിയിരിക്കുന്നത് ബിൻ ലാദനാണെന്ന് 60 മുതൽ 70% വരെയായിരുന്നു CIA പ്രസിഡന്റിന് ഉറപ്പ് നൽകിയിരുന്നത്. എന്നാൽ CIA കണ്ടുപിടിച്ച വിവരങ്ങൾ പരിശോധിച്ച റെഡ് ടീമിന്റെ അഭിപ്രായം മറ്റൊന്നായിരുന്നു. അത് ബിൻ ലാദൻ തന്നെ ആകുവാൻ 40% സാധ്യത മാത്രമാണുള്ളതെന്ന് റെഡ് ടീം ഉന്നയിച്ചു. റെഡ് ടീമിന്റെ ആ അഭിപ്രായം ഒബാമയെ ഞെട്ടിക്കുന്നതായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. എന്നാൽ തീരുമാനമെടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. പിറ്റേ ദിവസം തന്നെ താൻ ഒരു തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് പ്രസിഡന്റ് മീറ്റിംഗ് അവസാനിപ്പിച്ചു. തലേ ദിവസത്തെ അതേ ആളുകൾ മീറ്റിംഗിൽ പങ്കുചേരുവാനെത്തി. പ്രസിഡന്റായ ഒബാമയും എത്തി. ഒരു തീരുമാനം പ്രസിഡന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മിഷനുമായി നാം മുന്നോട്ട് പോവുകയാണ്. ഓപ്പറേഷൻ 3ാമത്തെ രീതിയിലായിരിക്കും നടക്കുക. അതായത് പാകിസ്ഥാന്റെ സമ്മതമോ അറിവോ കൂടാതെ US സൈന്യം കെട്ടിടത്തെ കീഴടക്കുക. ശേഷം കെട്ടിടത്തിനകത്തു നിന്നും പ്രതികളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക. പ്രസിഡന്റിന്റെ ആ പ്രഖ്യാപനം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഏറ്റവും റിസ്ക് കൂടിയ രീതി തന്നെയാണ് ഒബാമ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ US സൈന്യം ഉടനടി അതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അസാമാന്യ ധൈര്യവും എക്സ്പീരിയൻസുമുള്ള 79 പേരെ അവർ ഇതിനായി തിരഞ്ഞെടുത്തു. ശേഷം അവരെടുത്ത ഫോട്ടോകളുടെ അടിസ്ഥാനത്തിൽ ആ വീടിന്റെ ഒരു രൂപം അതേ വലിപ്പത്തിൽ അമേരിക്കയിലെ നോർത്ത് കരോളീനയിൽ പണിതു. പിന്നീടുള്ള അവരുടെ പരിശീലനം അവിടെയായിരുന്നു. രാത്രിയിലായിരുന്നു പ്രധാനമായും അവർ പരിശീലനം നടത്തിയിരുന്നത്. മാസങ്ങളോളം ആ പരിശീലനം തുടർന്നു. വീടിന്റെ ഓരോ ഭാഗവും അവർക്ക് സുപരിചിതമായി മാറി. 79 പേരുടെ കൂട്ടത്തിൽ വേറെ ഒരാളും യഥാർത്ഥത്തിൽ പരിശീലനത്തിനുണ്ടായിരുന്നു. കെയ്റോ. ഒരു മിലിറ്ററി നായയാണ് കെയ്റോ. കെയ്റോയെ നിയന്ത്രിക്കുന്നത് മറ്റൊരാളായിരിക്കും. ഒരു നൈറ്റ് വിഷൻ ക്യാമറയും ചെവിയിൽ ഇയർഫോണും അവന് നൽകിയിട്ടുണ്ട്. ഇയർഫോണിലൂടെ നൽകുന്ന കമാൻഡ് അനുസരിച്ചായിരിക്കും അവന്റെ പ്രവർത്തനം. വീടിന് പുറത്തേക്ക് രക്ഷപ്പെടുന്ന ആളുകളെ പിടികൂടുക, സൈനികർക്ക് പോകുവാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് പോവുക എന്നതൊക്കെയാണ് അവർ അവന് നൽകിയ പ്രധാന ജോലികൾ. ഓപ്പറേഷനു വേണ്ടി US ആർമിയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളിൽ ചില മോഡിഫിക്കേഷനുകൾ അവർ നടത്തിയിരുന്നു. വളരെയധികം ശബ്ദം കുറഞ്ഞതും വളരെയധികം താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നതുമായ രീതിയിലാണ് അവർ അത് രൂപകൽപ്പന ചെയ്തത്. അങ്ങനെ അമേരിക്കൻ സൈന്യം എല്ലാ അർത്ഥത്തിലും ആ കൊടും തീവ്രവാദിയെ പിടികൂടുവാൻ തയ്യാറായി. അന്നൊരു കറുത്തവാവ് രാത്രിയായിരുന്നു. അത് അവരുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു. അഹമ്മദാബാദിലെ ജലാലാബാദിലുള്ള US മിലിറ്ററി ക്യാമ്പിൽ നിന്നും അവർ ദൗത്യത്തിനായി ഇറങ്ങി. സൈന്യത്തിന്റെ നീക്കങ്ങളെല്ലാം പ്രസിഡന്റും സംഘവും ലൈവായി വൈറ്റ് ഹൗസിൽ രഹസ്യമായി കാണുവാൻ ആരംഭിച്ചു. 90 മിനിറ്റുകൾക്ക് ശേഷം ആദ്യ ഹെലികോപ്റ്റർ കെട്ടിടത്തിന് മുകളിലെത്തി. 6 പട്ടാളക്കാർ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറിൽ തൂങ്ങിയിറങ്ങുവാൻ തുടങ്ങുകയായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു അവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചത്.
ഹെലികോപ്റ്റർ അനിയന്ത്രിതമായി വട്ടം കറങ്ങുവാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പ്രൊപ്പല്ലർ കറങ്ങുന്നത് കാരണം വീടിന്റെ മതിൽക്കെട്ടിനകത്തുള്ള വായുവിൽ ചുഴി രൂപപ്പെട്ടിരിക്കുന്നു. ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം പൈലറ്റിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉടൻ തന്നെ പൈലറ്റ് ഹെലികോപ്റ്റർ താഴേക്കിടിച്ചിറക്കി. എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ആ സംഭവം. തുടക്കം തന്നെ അവരുടെ പ്ലാനിങ്ങിൽ ഇല്ലാത്ത ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. പ്രസിഡന്റ് അടക്കം വൈറ്റ് ഹൗസിലുള്ള എല്ലാവരുടെയും നെഞ്ചിടിപ്പ് അതിശക്തമായി വർദ്ധിച്ചു. പട്ടാളക്കാരെല്ലാം സ്തംഭിച്ചു നിന്നു. ഉടൻ തന്നെ മെയിൻ കമാൻഡറായ മെക്ലാരന്റെ ശബ്ദം മറ്റ് പട്ടാളക്കാരിലെത്തി. മിഷൻ കണ്ടിന്യൂ. ആദ്യത്തെ ഹെലികോപ്റ്ററിലുണ്ടായ സൈനികരെല്ലാം പുറത്തേക്കിറങ്ങി. രണ്ടാമത്തെ ഹെലികോപ്റ്റർ മതിലിന് പുറത്തായി നിർത്തി. അതിൽ നിന്നും പുറത്തിറങ്ങിയ സൈനികർ മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് നീങ്ങി. കെട്ടിടം അവർ പൂർണ്ണമായും വളഞ്ഞു എന്ന് തന്നെ പറയാം. പെട്ടെന്നാണ് കെട്ടിടത്തിനകത്തെ ഒരു റൂമിൽ ലൈറ്റ് തെളിഞ്ഞത്. മെയിൻ സ്വിച്ചിനരികിലുണ്ടായിരുന്ന പട്ടാളക്കാരൻ ഉടൻ തന്നെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ഉടൻ തന്നെ ആ റൂമിൽ നിന്നും വാതിൽ തുറക്കാതെ ആരോ വെടിയുതിർക്കുവാൻ തുടങ്ങി. വെടിയൊച്ചയുടെ ശബ്ദം അവിടെ ആകെ പരന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ ശബ്ദം നിന്നു. ആ വാതിൽ ആരോ തുറക്കുന്നു. വെടിയുതിർത്തയാൾ പുറത്തേക്ക് നടക്കുന്നു. ഉടൻ തന്നെ ഇരുട്ടിന്റെ മറവിൽ നിൽക്കുന്ന US സൈന്യം അയാളുടെ മേൽ വെടിയുതിർത്തു. അയാൾ താഴെ വീണ ശേഷം അയാളുടെ മുഖം പരിശോധിച്ചു. അൽ കുവൈറ്റി. ശേഷം സൈനികർ വീടിനകത്തേക്ക് കടക്കുവാൻ ആരംഭിച്ചു. ആ സമയത്ത് തന്നെയാണ് വെടിയൊച്ച കേട്ട് സമീപവാസികൾ വീടിന് പുറത്ത് തടിച്ചുകൂടുവാൻ ആരംഭിച്ചത്. അവരിൽ ചിലർ ഇവിടെ എന്താണ് നടക്കുന്നതെന്നും മറ്റും സൈനികരോട് ചോദിച്ചു. സൈനിക പരിശീലനമാണ് ഇവിടെ നടക്കുന്നതെന്ന മറുപടി അവർ നാട്ടുകാർക്ക് നൽകി. എന്നിരുന്നാലും നാട്ടുകാർ പിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നില്ല. താഴെയുള്ള എല്ലാ മുറികളിലും അവർ അരിച്ചുപറക്കി. പതിയെ പതിയെ അവർ മുകളിലേക്ക് കയറുവാൻ തുടങ്ങി. രണ്ടാം നിലയിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും കരച്ചിൽ മാത്രമാണ് കേൾക്കുന്നത്. ശേഷം അവരെയെല്ലാം സൈനികർ ഒരു മുറിയിലാക്കി നിശബ്ദമായിരിക്കുവാൻ ആജ്ഞാപിച്ചു. മൂന്നാമത്തെ നിലയിലേക്ക് അവർ കയറി തുടങ്ങി. പെട്ടെന്നാണ് ഒരാൾ ഓടുന്ന ശബ്ദം അവർ കേട്ടത്. ശബ്ദം കേട്ട ദിശയിലേക്ക് അവർ ഓടി. മുൻപിൽ ഓടിയ സൈനികനാണ് ആ കാഴ്ച കണ്ടത്. അയാൾ ഉടൻ തന്നെ വൈറ്റ് ഹൗസിൽ ഇരിക്കുന്ന മേജർ കമാൻഡിന് ഒരു സന്ദേശം നൽകി. ജെറോനിമോ കൺഫേം. ജെറോനിമോ എന്നത് ബിൻലാദൻ അവർ നൽകിയ കോഡ് നെയിമായിരുന്നു. സന്ദേശം കേട്ട ഉടൻ തന്നെ വൈറ്റ് ഹൗസിലുള്ളവർ ഞെട്ടിത്തെറിച്ചു. ബിൻലാദൻ ഒരു മുറിയിലേക്കാണ് ഓടിക്കേറിയത്. പുറകെ സൈനികരും കയറി. ഒരു സ്ത്രീയെ മറയായി വെച്ചുകൊണ്ട് നിൽക്കുന്ന ബിൻലാദനെയാണ് മുറിയിൽ കയറിയപ്പോൾ അവർ കണ്ടത്. മറ്റൊരു വഴിയുമില്ലാതെ വന്നപ്പോൾ സൈനികർ ആ സ്ത്രീയുടെ മുട്ടിന് താഴെ വെടിവെച്ചു വീഴ്ത്തി. അതിന് തൊട്ടു പിന്നാലെയായി ബിൻലാദനെയും അവർ വെടിവെച്ചു. ഉടൻ തന്നെ സൈനികരിൽ ഒരാൾ മേജർ കമാൻഡിന് ഒരു സന്ദേശം നൽകി. ജെറോനിമോ EKIA. അതായത് എനിമി കിൽഡ് ഇൻ ആക്ഷൻ. വൈറ്റ് ഹൗസിൽ ഇരുന്ന എല്ലാവരുടെ മുഖത്തു നിന്നും പിരിമുറുക്കം മാഞ്ഞുപോയി. വിചിത്രമായ ഒരു പുഞ്ചിരി അവരുടെ ചുണ്ടുകളിൽ തെളിഞ്ഞു വന്നു. ഉടൻ തന്നെ സൈനികർ ബിൻലാദന്റെ ബോഡി തിരിച്ച് ഹെലികോപ്റ്ററിലെത്തിച്ചു. കൂടാതെ നിരവധി കമ്പ്യൂട്ടർ ഹാർഡ് ഡ്രൈവുകളും പെൻ ഡ്രൈവുകളും CD-കളും അവർ അവിടെ നിന്നും കണ്ടെത്തി. പോകുവാൻ നേരം ആദ്യം തകർന്ന ഹെലികോപ്റ്റർ അവർ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പൂർണ്ണമായും തകർത്തു. ഹെലികോപ്റ്റർ ജലാലാബാദിലേക്കെത്തി. ഉടൻ തന്നെ ബിൻലാദന്റെ ശരീരം ശാസ്ത്ര പരിശോധനകൾക്ക് വിധേയമാക്കി. ബിൻലാദൻ തന്നെയാണോ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കുവാനായിരുന്നു അത്. ആ ഒരു സമയമായപ്പോഴേക്കും സംഭവം പുറം ലോകം അറിഞ്ഞു തുടങ്ങിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി ഒരു വാർത്ത എവിടെ നിന്നും വന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ ആ ഞെട്ടിക്കുന്ന വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചു. Good evening. Tonight, I can report to the American people and to the world that the United States has conducted an operation that killed Osama bin Laden, the leader of Al-Qaeda. വലിയ ഒരു ആഹ്ലാദത്തോടു കൂടിയായിരുന്നു അമേരിക്കൻ ജനത ആ വാർത്ത ഏറ്റെടുത്തത്. മരണശേഷം ബിൻലാദന്റെ ശവശരീരം ഏറ്റെടുക്കുവാൻ സൗദി അറേബ്യ തയ്യാറായില്ല. ശേഷം പാകിസ്ഥാൻ, സുഡാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ അമേരിക്ക സമീപിച്ചു. എന്നാൽ അവരാരും ബിൻലാദന്റെ മൃതദേഹം ഏറ്റെടുക്കുവാൻ തയ്യാറായില്ല. അങ്ങനെ അമേരിക്ക അത് തീരുമാനിച്ചു. മൃതശരീരം ഒരു ഇരുമ്പ് ചങ്ങലയിൽ ബന്ധിപ്പിച്ചതിന് ശേഷം അവർ കടലിൽ ഒഴുക്കിക്കളഞ്ഞു. അങ്ങനെ 10 ലക്ഷം ആളുകളുടെ മരണത്തിന് കാരണമായ കൊടും തീവ്രവാദിയായ ഒസാമ ബിൻ ലാദന്റെ കഥ അമേരിക്ക തീർത്തു.